എൻ്റെ കൂടെ നിൽക്കുന്നവർ, വി.ഡി. സതീശൻ്റെ കൂടെ നിൽക്കുന്നവർ, രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്നവർ എന്ന രൂപത്തിൽ കണക്കാക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇതിൽ ഗ്രൂപ്പില്ലാത്ത ഒരാൾ വി.ഡി. സതീശനാണ്. അദ്ദേഹത്തിൻ്റെ അത് ന്യൂനതയായി കോൺഗ്രസിനകത്ത് കാണുന്നുണ്ടെങ്കിലും അത് പുറത്ത് ജനം കാണുന്നത് അതൊരു പ്ലസ് ആയിട്ടാണ്, അതൊരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്നുള്ളത് വേണ്ട എന്ന് ഹൈക്കമാൻഡ് പലതവണ പറയുകയും ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറഞ്ഞത് എല്ലാവരും ഒന്നിച്ച് കളിക്കുന്ന ഗ്രൂപ്പ് ഡാൻസ് ആണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഏത് തലത്തിലെത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കലഹം ക്ഷമിച്ചു. ഇനി അങ്ങോട്ട് കലഹത്തിന് സാധ്യതയില്ലത്. കാരണം ഇനി ഈ ഭരണം വരാൻ പോകുന്നത് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ വന്നതുപോലെ ഒരു തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭരണത്തിലേക്ക് വരിക എന്നുള്ളതാണ്. വലിയ പ്രതിസന്ധികൾ മുന്നിലുണ്ട്, വലിയ വെല്ലുവിളികൾ മുന്നിലുണ്ട്. ഈ പറയുന്ന പോലെ പാർട്ടിക്കകത്തു നിന്നുള്ള വെല്ലുവിളികളുണ്ട്. അതേസമയം വലിയ ഉത്തരവാദിത്വവും വി.ഡി. സതീശനൊപ്പമുണ്ട്. അതാണ് വി.ഡി. സതീശൻ ഈ പറയുന്ന മറ്റു മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ പിടിവാശിയൊന്നും പിടിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ എല്ലാവർക്കും സമ്മതമായ പേരുകളിലേക്ക് വരട്ടെ. അത് 3 നേതാക്കളും അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ലീഗിലേക്ക് വരുമ്പോഴും ലീഗിന് 4 മന്ത്രിസ്ഥാനമായിരിക്കും എന്നുള്ള വാർത്തകളൊക്കെ തുടക്കത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അത് 5 മന്ത്രിസ്ഥാനത്തിൽ കുറയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഈ 22 എം.എൽ.എമാരുണ്ടായിരുന്ന ഘട്ടത്തിൽ അവർക്ക് 5 മന്ത്രിമാരുണ്ടായി. അന്ന് 20 അല്ലേ, 20 എം.എൽ.എമാരുള്ള സമയത്ത് തന്നെ 5 മന്ത്രിമാരുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ എം.എൽ.എമാരെ തന്നെ മലബാറിൽ വിജയിപ്പിക്കുന്നതിൽ ലീഗിനുണ്ടായിരുന്ന പങ്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതൊന്നും വിസ്മരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ 5-ൽ കലഹം ഉണ്ടാകില്ല, കോൺഗ്രസിൽ നിന്നും അത്തരം സംസാരം ഉണ്ടാകില്ല. അപ്പോൾ 5-ൽ 2 പേരുടെ കാര്യത്തിൽ പേരുകൾ ഏതൊക്കെയാകണമെന്നുള്ള ചർച്ച അവിടെ നടക്കുന്നു. അതവിടെ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. നാളെയോടെയാണ് ലീഗിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുക. ഞാൻ മനസ്സിലാക്കുന്ന വി.എ. ഗഫൂറിൻ്റെയും എ.കെ.എം. അഷ്റഫിൻ്റെയും കാര്യത്തിൽ മാത്രമാണ് ഒരു തർക്കം, ആര് വേണമെന്നുള്ള തർക്കമുള്ളൂ. ബാക്കി എല്ലാ പേരുകളും ആയിരിക്കുന്നു എന്നുള്ളതാണ്.